So welcome back everyone. In this video we are going to discuss about the laws of pre-stress. We already discussed the pre-stressed element, post-tensioned element detail video already we have discussed about the analysis of pre-stressed element and also the problems on it. Okay, the problems change something laws of pre-stress ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് പ്രീസ്ട്രെസ്. നമുക്ക് നോക്കാം എന്താണ് ലോസ് ഓഫ് പ്രീസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ടുള്ള വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് പ്രീസ്ട്രെസ് തന്നെയാണ്. ഓക്കെ, സോ ഈ പ്രീസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ലോഡിനാണ് നമ്മൾ ഈ പ്രീസ്ട്രെസ് ഉണ്ട്. അപ്പോൾ അത് ഒരിക്കലും കോൺസ്റ്റന്റ് ഇല്ല, അത് ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഒരു കോൺക്രീറ്റ് എലമെന്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കംപ്രസീവ് ഫോഴ്സിനെയാണ് നമ്മൾ പ്രീസ്ട്രെസ്ഡ് ഫോഴ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല, ടൈമിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, so even during the pre-stressing of the tendons and the transfer of pre-stress, there is a drop of pre-stress from initially applied stress. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു 100 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും 100 കിലോ ന്യൂട്ടൺ കറക്റ്റായിട്ട് ആ ഒരു കോൺക്രീറ്റ് ബീമിലേക്ക് അല്ലെങ്കിൽ RCC ബീമിലേക്ക് ട്രാൻസ്ഫർ ആവില്ല. അവിടെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ലോസ് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ലോസിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഓഫ് പ്രീസ്ട്രെസ് ഈസ് കോൾഡ് ആസ് ലോസ് ഓഫ് pre-stress. Okay, so the early attempts to produce pre-stress concrete was not successful due to the loss of pre-stress. Okay, അപ്പോൾ ആദ്യമേ നമ്മൾ pre-stress concrete ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് in the early stages. പക്ഷെ അവിടെ നമ്മൾ ഫേസ് ചെയ്തൊരു മെയിൻ പ്രോബ്ലം ലോസ് ഓഫ് pre-stress ആണ്. അതായത് നമുക്ക് അവിടെ ഒരു ലോസ് വരുന്നുണ്ടായിരുന്നു. ഈ ലോസ് ഓഫ് പ്രീസ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇനീഷ്യലി അപ്ലൈഡ് പ്രീസ്ട്രെസ് ഒരു എഫക്റ്റീവ് വാല്യൂലേക്ക് റെഡ്യൂസ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ പ്രീസ്ട്രെസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇനീഷ്യലി അപ്ലൈ ചെയ്യുന്ന പ്രീസ്ട്രെസ് ലോഡ് ഒരു എഫക്റ്റീവ് വാല്യൂ ലോസ് കഴിഞ്ഞിട്ടുള്ള എഫക്റ്റീവ് വാല്യൂ ആയിട്ട്, അതായത് ഒരു ബീമിലേക്ക് എഫക്റ്റീവായിട്ട് പോകുന്ന ഒരു വാല്യൂ ആയിട്ട് റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനാണ് ആ റെഡ്യൂസ് ചെയ്ത് പോകുന്ന വാല്യൂനാണ് നമ്മൾ പ്രീസ്ട്രെസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ അതർ വേർഡ്സ് ലോസ് ഇൻ പ്രീസ്ട്രെസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പ്രീസ്ട്രെസ് ആൻഡ് എഫക്റ്റീവ് പ്രീസ്ട്രെസ് ദാറ്റ് റിമെയിൻസ് ഇൻ എ മെമ്പർ. Loss of pre-stress is a great concern since it affects the strength of member and also significantly affects members' serviceability, including stresses in concrete, cracking, camber and deflection. Okay, so loss of pre-stress നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. കാരണം നമ്മുടെ ഡ്യൂറബിലിറ്റിനെ അതേപോലെ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സോ ലോസ് ഓഫ് pre-stress നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. So mainly we are having two types of pre-stress. ഒന്ന് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ലോസസ്, സെക്കൻഡ് വൺ ഈസ് ലോങ് ടേം ഓർ ടൈം ഡിപ്പെൻഡ് ലോസസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈറ്റിൽ പോലെ തന്നെയാണ് അത് വരുന്നത്. സോ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രീസ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ലോസിനാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ലോസ് എന്ന് പറയുന്നത്. പിന്നെ സമയത്തിനനുസരിച്ച് ടൈം ഡിപ്പെൻഡ് സമയത്തിനനുസരിച്ച് ഉണ്ടാവുന്ന ലോസിനാണ് നമ്മൾ ടൈം ഡിപ്പെൻഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് ലോസ് പിന്നെയും വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യാണ് ആസ് എലാസ്റ്റിക് ഷോർട്ടനിങ്, ഫ്രിക്ഷൻ ലോസ്, ആങ്കറേജ് ഓർ സ്ലിപ്പ് ലോസ്. ഓക്കെ, അതുപോലെ ടൈം ഡിപ്പെൻഡ് ലോസ് ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ആസ് ക്രീപ്പ് ലോസ്, ഷ്രിങ്കേജ് ലോസ് ആൻഡ് റിലാക്സേഷൻ ലോസ്. നമുക്കിതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്താണ്. So coming to the immediate losses, അതിൽ ആദ്യം തന്നെ വന്ന് എലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ എന്താണ് എലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് നോക്കാം. So in a pre-tension concrete, when the pre-stress is transferred to the concrete member shortens along with the pre-stressing steel. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് നമ്പർ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ടെൻഡൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു പ്രീ കംപ്രസീവ് ഫോഴ്സ് വരുന്നത്, അഥവാ പ്രീസ്ട്രെസ് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രീസ്ട്രെസ്ഡ് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പ്രീസ്ട്രെസ്ഡ് ഫോഴ്സ് കാരണം ഇവിടെ ഒരു എലാസ്റ്റിക് ഷോർട്ടനിങ് വരും. അതായത് കോൺക്രീറ്റ് മെമ്പർ ഇങ്ങനെ ഒരു രണ്ട് സൈഡിലും ഒരു കംപ്രസീവ് ഫോഴ്സ് ഇങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി ഈ കോൺക്രീറ്റ് ഒന്ന് ചെറുതാവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ദാറ്റ് ഈസ് ഒരു ഷോർട്ട് ആവാനുള്ള ഒരു ടെൻഡൻസി വരും കോൺക്രീറ്റിന് അലോങ് വിത്ത് സ്റ്റീൽ. അപ്പം അത് കാരണം ഉണ്ടാവുന്ന ഒരു ലോസിനാണ് നമ്മൾ elastic shortening എന്ന് പറയുന്നത്. ഓക്കെ,
അതായത് ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒരു ഫോഴ്സ് വന്ന് അടിക്കുകയാണ്, കംപ്രസീവ് ഫോഴ്സ് വന്ന് അടിക്കുമ്പോൾ ഇങ്ങനെ അത് ബെൻഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു മെമ്പർ ഈസ് ഗെറ്റിംഗ് ഷോർട്ടനിങ് along with the steel. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ലോസിനാണ് നമ്മൾ എലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് വരുന്നത്. ഓക്കെ, സോ ഇൻ ദി കേസ് ഓഫ് ഇപ്പോൾ പോസ്റ്റ് ടെൻഷനിങ് കേസ് വരികയാണെങ്കിൽ, ദിസ് ഈസ് അബൌട്ട് പ്രീ ടെൻഷനിങ്. നമ്മളിനി പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ കേബിൾസും ഒരുമിച്ച് ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എലാസ്റ്റിക് ഷോർട്ടനിങ് വരില്ല. പക്ഷെ നമ്മൾ സീക്വൻഷ്യലി, ഇഫ് യു ആർ സീക്വൻഷ്യലി ടെൻഷനിങ് ദ cables, definitely there will be a loss of pre-stress. So moving on to the derivation. So strain in concrete, epsilon c, strain in concrete at the center of the cable is equal to fc divided by ec. So fc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ loss of stress at the level of in the center of cables in the concrete. ec എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ modulus of concrete. അതുപോലെ എപ്സിലോൺ എസ് ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ ദ സ്റ്റീൽ അറ്റ് ദ സെൻറ്റർ ഓഫ് കേബിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് ഡിവൈഡഡ് ബൈ ഇ എസ്. എഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സെൻറ്റർ ഓഫ് കേബിൾസ് ഇൻ സ്റ്റീൽ, ഓക്കെ, ഡിവൈഡഡ് ബൈ ഇ എസ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് സ്റ്റീൽ. അപ്പോൾ നമ്മൾ ഈ രണ്ട് സ്ട്രെയിനും ഇവിടെ ഇരിക്കണം, കാരണം നമ്മൾ കോൺക്രീറ്റും സ്റ്റീലും ഒരേപോലെയാണ് പ്രീ സ്ട്രെസ്ഡ് മെമ്പറിൽ സ്ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒരേപോലെയാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. സോ ഒരേപോലെയാണ് നമുക്കിവിടെ ഷോർട്ടനിങ് എല്ലാം വരുന്നത്. സോ ദാറ്റ് ഈസ് എപ്സിലോൺ എസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സി. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി എഫ് എസ് ഈസ് ഈക്വൽ ടു ഇ എസ് ഡിവൈഡഡ് ബൈ ഇ സി ഇൻറ്റു എഫ് സി എന്ന് വരും. ഓക്കെ, സോ ഇ എസ് ഡിവൈഡഡ് ബൈ ഇ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മോഡുലാർ റേഷ്യോ എം ആക്കി എടുക്കാം ഇൻറ്റു എഫ് സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ്. ഓക്കെ, സോ എഫ് എസ് അതായത് നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എഫ് സി ആണ്. സോ നെക്സ്റ്റ് ഈസ് ആങ്കറേജ് സ്ലിപ്പ്. സോ മോസ്റ്റ്ലി പോസ്റ്റ് ടെൻഷൻ മെമ്പറിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതായത് ഇൻ എ പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റം വെൻ ദ ടെൻഡൻസ് ഫോഴ്സ് ഈസ് ട്രാൻസ്ഫർഡ് ഫ്രം ദ ജാക്ക് ടു ദ ആങ്കറിംഗ് എൻഡ്സ് ദ ഫ്രിക്ഷൻ വെഡ്ജസ് സ്ലിപ്പ് ഓവർ എ സ്മോൾ ഡിസ്റ്റൻസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ് ടെൻഷൻ മെമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യുന്നു, അതിനുശേഷമാണ് ടെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ടെൻഡൻസ് ടെൻഷൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ആങ്കറിംഗ് പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സെയിം പ്രീ ടെൻഷൻ കേസിലുണ്ട്. അതായത് നമ്മളിപ്പോൾ ആങ്കർ ചെയ്യുന്ന സമയത്ത് അവരാ പറഞ്ഞ പൊസിഷൻ, നമ്മൾ ആ വിചാരിച്ച പൊസിഷനിൽ തന്നെ ടെൻഡൻസി നിൽക്കണമെന്നില്ല, അവരവരുടെ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്തു പോകും. അപ്പോൾ ആ സ്ലിപ്പ് കാരണം ഉണ്ടാവുന്ന ലോസിനാണ് നമ്മൾ ആങ്കറേജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഈസ് ഡ്യൂ ടു ദ സബ്സിക്വന്റ് റിഡക്ഷൻ ഇൻ ദ ലെങ്ത് ഓഫ് ടെൻഡൻ. Certain quantity of free stress is released due to slip of wire to the anchorages. The amount of slip depends upon the wedge and stress of the wire. അപ്പോൾ ഈ സ്ലിപ്പിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, ആ വയറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സും പിന്നെ ആ വെഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ സ്ലിപ്പ്. ഒരു പ്രീ ടെൻഷനിങ് കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു 18% ലോസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അബൌട്ട്. അതേപോലെ പോസ്റ്റ് ടെൻഷനിങ് കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 15% ലോസ് ആണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ എസ്. ഓക്കെ, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പ് ഓഫ് ആങ്കറേജ്, പി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവിടെ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇ എസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ, എൽ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് കേബിൾ. അടുത്ത ഫ്രിക്ഷണൽ ലോസ്. സോ ഫ്രിക്ഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രീ ടെൻഷൻ മെമ്പേഴ്സിൽ ഫ്രിക്ഷണൽ ലോസ് ഇല്ല. ഓക്കെ, സോ ഇത് പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സിൻ്റെ മാത്രം ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ സംബന്ധിച്ച് പോസ്റ്റ് ടെൻഷൻ മെമ്പേഴ്സ് ടെൻഡൻസ് ആർ ഹൗസ്ഡ് ഇൻ ഡെപ്സ് ഓർ ഷീറ്റ്സ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ആ പേര് തന്നെ ഉണ്ട്, നമ്മൾ പോസ്റ്റ് ടെൻഷൻ മെമ്പറിൽ നമുക്കറിയാം നമ്മൾ ഈ ടെൻഡൻസ് ഒക്കെ വെക്കാൻ വേണ്ടി അത് നമ്മൾ ആദ്യം തന്നെ ഡക്ട്സ് വെക്കും. അപ്പോൾ ഈ ഡക്ട്സിലൂടെയാണ് നമ്മൾ ടെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ടെൻഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഫ്രിക്ഷൻ വരാൻ ചാൻസ് ഇല്ല, there will be a friction. സോ ഈ ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസ് ആണ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ,
That is mainly due to the friction in jacks and also between the tendons and the ducts or spacers. Okay, that is friction in the jacks and also between the friction between the tendons and ducts. Okay, അപ്പോൾ അത് കാരണം ഒരു ഫ്രിക്ഷൻ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ കാരണം ഫ്രിക്ഷൻ ലോസ് വരും. അതിനാണ് നമ്മൾ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. If the profile of the cable is linear, loss will be due to the straightening or stretching of the cable, which is called as wobble effect. If the profile is curved, there will be loss and stress due to the friction between the tendons and duct or between the tendons themselves. Okay, so then the force tension members നമുക്ക് നോക്കാം. So here the friction is generated due to the curvature of tendon. Okay, അപ്പം ഇതിൻ്റെ ഈ ഒരു കർവേച്ചർ കാരണമാണ് ഇവിടെ ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രീസ്ട്രസിങ് ഫോഴ്സ് Px at any distance x from the tensioning end follows an exponential function of a time. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. Px is equal to P0 e raised to minus nu alpha plus k into x. P0 എന്ന് പറഞ്ഞാൽ പ്രീസ്ട്രസിങ് ഫോഴ്സ് ആണ്, ന്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ between the cable and duct, alpha is the cumulative angle in radian through which the tangent of the cable profile has turned between any 2 points under consideration. K is the friction coefficient. Okay. Now next moving on to the other category, that is time dependent losses. അതായത് നമ്മളിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലോസാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രീ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ലോസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ടൈം ഡിപ്പെൻഡ് ലോസ്, അതായത് കുറച്ച് സമയമെടുത്ത് ഉണ്ടാവുന്ന ലോസിനെയാണ് ടൈം ഡിപ്പെൻഡ് ലോസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വരുന്നതാണ് ക്രീപ്പ്. ഓക്കെ, സോ ക്രീപ്പ് എന്ന് പറഞ്ഞ ഒരു ടൈം കോഎഫിഷ്യൻ്റ് ആണ്. സോ ടൈം ഡിപ്പെൻഡൻറ്റ് ഇൻക്രീസ് ഓഫ് ഡിഫോർമേഷൻ അണ്ടർ സസ്റ്റെയിൻ ലോഡിങ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ കുറേ കാലം ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് സസ്റ്റെയിൻ ലോഡിംഗ് ആണ് പറയുന്നത്. അപ്പോൾ കുറേ കാലം നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാവുന്ന ഒരു ഡിഫോർമേഷനാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. സോ ഡ്യൂ ടു ക്രീപ്പ് ദ പ്രീസ്ട്രസ് ഇൻ ടെൻഡൻസ് ഡിക്രീസ് വിത്ത് ടൈം. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ഏജ്, ഒന്ന് അപ്ലൈഡ് സ്ട്രെസ് ലെവൽ, ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ്, സിമെന്റ് content in the concrete, water cement ratio, humidity and temperature. So ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ക്രീപ്പ്. ഓക്കെ, സോ ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ടു ദ എലാസ്റ്റിക് സ്ട്രെയിൻ. അത് ഈസ് ഡിഫൈൻഡ് ആസ് ക്രീപ്പ് കോഎഫിഷ്യന്റ്. So IS 1340 considers only the age of loading of the pre-stressed concrete structure in calculating the ultimate creep strain. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത്. Loss of pre-stress due to creep is equal to ES into ultimate creep strain in concrete at the centroid of the section. Okay. അപ്പോൾ ഈ ultimate creep strain in the concrete is equal to creep coefficient into initial elastic strain. Okay, അതിൽ തന്നെ നമ്മൾ നോക്കാം ഈ initial elastic strain എന്ന് പറഞ്ഞാൽ that is FC into EC, FC divided by EC. Okay, നമ്മളിത് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുകയാണ്. സോ ultimate creep strain is equal to phi എന്ന് പറഞ്ഞ creep coefficient into FC divided by EC, that is initial elastic strain. ഇനി ഈ സംഭവം, അതായത് ഈ അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഓഫ് ഫ്രീ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ES ഇൻറ്റു ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇൻറ്റു FC ഡിവൈഡഡ് ബൈ EC. ഇനി വീണ്ടും നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ES ഡിവൈഡഡ് ബൈ EC ഈസ് ടേക്കൺ ആസ് മോഡുലാർ റേഷ്യോ M. സോ M ഇൻറ്റു phi ഇൻറ്റു FC, അതാണ് ലോസ് ഓഫ് ഫ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ്. അടുത്ത ഷ്രിങ്കേജ്. അപ്പോൾ ഷ്രിങ്കേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോൺക്രീറ്റിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. കോൺക്രീറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് ഡ്രൈ ചെയ്യും, ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രൈയും കെമിക്കൽ ചേഞ്ചസും കാരണം ഉണ്ടാകുന്ന ലോസിനാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഷ്രിങ്കേജ് കാരണം ഒരു പ്രീ ടെൻഷൻ്റെ എലമെന്റിൽ കുറച്ച് ലോസ് വരും. ഓക്കെ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ കോൺക്രീറ്റ് ഷ്രിങ്ക്സ് ഡ്യൂ ടു
drying and chemical changes. So it depends upon, shrinkage depends upon the water, aggregate, atmospheric conditions and time. So loss of pre-stress due to shrinkage. അല്ലെ, അപ്പോൾ കുറേ കാലം കൂടി ഇപ്പോൾ കോൺസിക്വൻ്റ് ഇപ്പോൾ നമ്മൾ ഒരു കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യാൻ ഏകദേശം 1 വർഷത്തിന് മുകളിൽ എടുക്കുമെന്നാണ് പറയുന്നത്. സോ അവിടെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റിൽ. ഓക്കെ, സോ നമ്മളിങ്ങനെ ഒരു ഡ്രൈയിങ്, കോൺസിക്വൻ്റ് ഡ്രൈയിങ്, കെമിക്കൽ ചേഞ്ചസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന ഒരു ലോസ് ഓഫ് പ്രീസ്ട്രെസ്, അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു shrinkage is equal to EP into epsilon SH. Epsilon SH is equal to shrinkage strain. EP എന്ന് പറഞ്ഞാൽ that is modulus of pre-stressing strain. So EP ന്റെ value for the pre-tension member it is 0.003. അത് as per IS 1383 ആണ്. And for the post-tensioning it is 0.002 divided by log 10 to the base of T. T എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് കോൺക്രീറ്റ്, ദ ട്രാൻസ്ഫർ ഓഫ് ഡേയ്സ്. പിന്നെ അടുത്ത് വന്ന് റിലാക്സേഷൻ. റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ കുറേ ടൈം വെച്ചിട്ട്, ടൈം ഡിപ്പെൻഡ് ഫാക്ടറാണത്. നമ്മൾ കുറേ കാലം കഴിഞ്ഞാൽ തനിയെ നമ്മളൊരു ബീമിലേക്ക് അപ്ലൈ ചെയ്ത സ്ട്രെസ്സിൽ ഒരു ലോസ് വരും. ലോസ് അല്ല, അതിനെ റെഡ്യൂസ് ചെയ്ത് പോകും. ഓക്കെ, സോ റിഡക്ഷൻ ഇൻ ദ സ്ട്രെസ് വിത്ത് ടൈം, അതാണ് നമ്മൾ റിലാക്സേഷൻ എന്ന് പറയുന്നത്. കുറേ ഇങ്ങനെ കാലം കൊണ്ടുനേരം ആ സ്ട്രെസ്സിൽ ഇങ്ങനെ ഒരു റിഡക്ഷൻ വരും, അതിനാണ് നമ്മൾ റിലാക്സേഷൻ എന്ന് പറഞ്ഞത്. So decrease in the stress is due to the fact that some of the initial elastic strain is transformed into the inelastic strain under constant strain. Okay. So each stress decreases according to the remaining elastic strain and is accounted in around 2 to 8% of pre-stressing force. നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത pre-stressing ഫോഴ്സിന്റെ ഒരു 2 to 8% ആയിരിക്കും റിലാക്സേഷൻ വരാനുള്ള ഒരു ചാൻസ്. റിലാക്സേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഒന്ന് ടൈം, ഒന്ന് ഇനീഷ്യൽ സ്ട്രെസ്, ടെമ്പറേച്ചർ, ടൈപ്പ് ഓഫ് സ്റ്റീൽ. അപ്പോൾ റിലാക്സേഷൻ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി IS 1343/1980 കോഡ് ഫോളോ ചെയ്യാം. താങ്ക് യു.